ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഞാനൊരു ട്രിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഫാമിലി ഫുള്ളായിട്ടാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ മൈസൂർ. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് മൈസൂർ പോകാമെന്ന് വിചാരിച്ചു. ഞാനുണ്ട്, ഉണ്ണയുണ്ട്, അച്ഛൻ, അമ്മ, ചേച്ചി, കണ്ണേട്ടനെ നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ആദ്യമായിട്ടൊന്നും കാണുന്നുണ്ടാവും. നമുക്ക് തൃശ്ശൂരിൽ നിന്നായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 9:30-ക്കായിരുന്നു ടൈം ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റഷായിരുന്നു. നമ്മൾ സ്ലീപ്പറിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിൻ റൈറ്റ് ടൈം ആയിരുന്നു. ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി എല്ലാവരും സെറ്റായിട്ട് ഇരുന്നു കേട്ടോ. ഗൈസ്, ഞാനും ഒപ്പവും ഒരുമിച്ചാണ് കിടക്കുന്നത് അല്ലേ? സ്ഥലം കിട്ടണില്ല, ഒന്നും കാണില്ല. രാവിലെ കണ്ണ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഞങ്ങൾ സ്ലീപ്പർ കോച്ച് ഫുൾ തിരക്കാണ് കേട്ടോ. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ എത്തിയപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഇറങ്ങി. ഞാൻ വേഗം തിരക്ക് ഒഴിഞ്ഞപ്പോൾ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെതറായിരുന്നു കേട്ടോ. വെയിലുണ്ട്, പക്ഷേ നമുക്ക് ചൂടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ നേരത്തെ നമ്മളൊരു 11 മണി 11:30-ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കയ്യിൽ കരുതാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ബണ്ണും പിന്നെ പീനട്ട് ബട്ടർ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഇരുന്നു. അത്യാവശ്യം രാവിലെ ആയപ്പോൾ പിന്നെ ഭയങ്കര ബോറടിയായി. കാരണം 11:30 വരെ നമ്മൾ അങ്ങനെ ഇരിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ കുറേ മേലെ കയറിയിരിക്കും, കുറേ താഴെ ഇറങ്ങിയിരിക്കും, വെറുതെ അങ്ങനെ വികൃതി കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പുറത്ത് നല്ല കാഴ്ചകളായിരുന്നു. എന്തെങ്കിലും ഒരു അടിപൊളി സീൻ എടുക്കണം വെച്ചിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോഴേക്കും അത് കഴിഞ്ഞ് പോകും. അങ്ങനെയാണ് ഈ കട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാലും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളിൽ ഫുൾ നല്ല വാൾ പെയിൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പഴയതാണ് തോന്നുന്നു. അവിടുത്തെ പണ്ടത്തെ ഓരോ കാര്യങ്ങളാണ് അവരവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനിങ്ങനെ ജസ്റ്റ് റാൻഡം കാണിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഓരോ കാര്യം, കൾച്ചറിൻ്റെതാണെങ്കിലും അവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാം അവരവിടെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന നമ്മളുടെ റൂം വന്നിട്ട്. നമ്മൾ ഊബറിലായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളവിടെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സമയം എത്ര ആയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഞാനും ഏട്ടനും കണ്ണേട്ടനും കുട്ടിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ്. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.